ഹലോ ഗായ്സ്, അപ്പോൾ ദേ സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കട്ടുകൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ദേ കണ്ടട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കുറച്ച് മാമ്പഴം വെച്ചൊരു സാധനം ഉണ്ടാക്കിയതാണ്. അതിങ്ങനെയായി. അപ്പോൾ ഇത് എന്താ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. കുറച്ച് മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം, അതേപോലെ 2-3 കഷ്ണം പട്ട, പിന്നെ 2-3 കുരുമുളക്, പിന്നെ പുളി നിങ്ങളുടെ മാങ്ങ എടുക്കുന്ന അനുസരിച്ച് പുളിയൊക്കെ ഉള്ളതാണ് കുറച്ചധികം മധുരം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല മധുരമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ 2-3 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ എരിവും പുളിയും മധുരമൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഇനി അതൊരു പാത്രത്തിലിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് കളയണം. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണമേ. ഇതേപോലെ ഒന്ന് കുറുക്കിയെടുത്ത ശേഷം നമുക്കൊരു 2 സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. കട്ടി കുറച്ച് ഉണ്ടാകുന്നിരിക്കുന്നല്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. ഉണങ്ങിക്കിട്ടും 2 ദിവസം പിടിക്കോട്ടെ ഇതൊന്ന് ഉണങ്ങിക്കിട്ടാൻ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വെയിലത്തോണ്ട് വെക്കാം. ഇത് കൊണ്ടേ വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാക്ക വന്നിട്ട് ഇതെല്ലാം കൊത്തി തിന്ന കേട്ടോ. ഒരു പാത്രത്തിൽ മാത്രം നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി കുഞ്ഞ് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നോണ്ടിരിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.